ഹലോ ഗൈസ്, ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ബോർവെല്ലുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ബോർവെൽ റിപ്പയർ ചെയ്യാൻ പോകുന്ന ആളുകൾ മാക്സിമം കാണുന്നതിന് വേണ്ടി ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ബോർവെൽ മെക്കാനിക്ക് വന്ന് പോയതിന് ശേഷം വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലത്ത് മോട്ടോർ ഓൺ ആക്കിയാലും നമ്മുടെ ടാങ്ക് 1000 ലിറ്ററിൻ്റെ ടാങ്ക് രാത്രി ആയാലും നിറയില്ല. വളരെ ചെറുതായിട്ട് ഫോഴ്സിൽ കൂടെയാണ് വെള്ളം ടാങ്കിലേക്ക് വീഴുന്നത്. അതൊന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെക്കാനിക്കിനെ വിളിക്കുന്നത്. അപ്പോൾ മെക്കാനിക്ക് ഉച്ചയായിപ്പോൾ വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വെള്ളം കുറവായതുകൊണ്ട് കുറച്ചുകൂടി താഴ്ത്തി മോട്ടർ ഇടാം എന്ന് പറഞ്ഞ് 7 മണിയായപ്പോൾ വന്ന് മോട്ടർ ഒന്ന് താഴ്ത്തിയിട്ടിട്ട് 1800 വാങ്ങി ആൾ പോയി. അപ്പോഴും വെള്ളം പഴയ പോലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിറ്റേ ദിവസമാണ് നമുക്ക് കാര്യം മനസ്സിലായത്. ആകെ ചെളിയായിരുന്നു, ചെളി വെള്ളമായിരുന്നു ടാങ്കിൽ വീണുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ മെക്കാനിക്കിനെ വിളിച്ചു. മെക്കാനിക്ക് പറഞ്ഞു നാളെ വരാം, മറ്റൊന്ന് വരാം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വന്നില്ല. അവസാനം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ തന്നെ ഈ ബോർവെല്ലിന്റെ അകത്ത് കിടക്കുന്ന മോട്ടർ 300 അടി താഴ്ചയിൽ കിടക്കുന്ന ഈ മോട്ടർ നമ്മളൊന്ന് പൊക്കി നോക്കിയപ്പോഴാണ് ഇതിന്റെ വസ്തുത മനസ്സിലാവുന്നത്. ഈ മോട്ടറും ഇതുമായി ബന്ധപ്പെട്ട ഷാഫ്റ്റ് ഒടിഞ്ഞു പോയി കിടക്കായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ബ്ലാക്ക് ഹോസിൽ ഒരു ലീക്കും ഉണ്ടായിരുന്നു. ഇത് രണ്ടുമായിരുന്നു വെള്ളം ഫോഴ്സ് വരാതെ ഇരുന്നതിൻ്റെ കാരണം. നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടും ഈ ബോർവെൽ മെക്കാനിക്ക് ഈ മോട്ടർ പൊന്തിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതിന് മുന്നേ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ പല ഇലക്ട്രീഷ്യന്മാരോട് പറയുമ്പോഴും നിങ്ങളുടെ ബോറിൽ വെള്ളമില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ വരാത്തത് എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ പൊന്തിച്ച് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലായത്. അങ്ങനെ വെള്ളമില്ലാണ്ടായി. അപ്പോൾ നമുക്ക് ഒരു തരത്തിലും വെള്ളമില്ലാണ്ടായി. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് നിന്നൊക്കെ വെള്ളം അടിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മുടെ വീടിൻ്റെ പുറകിൽ നിന്ന് അടിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. കാരണം നമ്മുടെ ടാങ്കിലേക്ക് കയറുന്നില്ല. അവസാനം നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം കുറച്ച് പിടിച്ച് ബക്കറ്റിലും കന്നാസിലൊക്കെ പിടിച്ച് അങ്ങനെ നമ്മൾ തൽക്കാലത്തെ ഈ കാര്യങ്ങളൊക്കെ നടത്തി. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു. ടാങ്കിലേക്ക് വെള്ളത്താണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ ടാങ്കിലേക്ക് എത്തിക്കാനായിട്ടും നമ്മൾ ഈ പ്ലംബർ വിളിച്ചപ്പോൾ പ്ലംബർ പിന്നെയും ദിവസങ്ങൾ മാറ്റി. അവസാനം അദ്ദേഹം വേറൊരാളെ ഏൽപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായി. അപ്പോഴും നമുക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും നമ്മുടെ ടാങ്കിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമ്മുടെ വീട്ടിലെ ദൈനംദിന ആവശ്യങ്ങൾ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് എത്തിക്കാൻ നോക്കിയപ്പോഴാണ് ടാങ്കിൻ്റെ അവസ്ഥ അതിലും ഭീകരം. ഈ ചെളിവെള്ളം വീണ് ആകെ മൊത്തത്തിൽ ടാങ്ക് ആകെ ഒരു വൃത്തികേട് കിടക്കായിരുന്നു. അങ്ങനെ നമ്മൾ ടാങ്കൊക്കെ ക്ലീൻ ചെയ്തു. എന്തൊക്കെയായാലും ആദ്യം വന്ന ഇലക്ട്രീഷ്യന് പറഞ്ഞ എമൗണ്ട് 1800 കൊടുത്തതിന് ആൾ മുട്ടം പണി തന്നു. അദ്ദേഹം നമ്മുടെ ടാങ്ക് ഇതുപോലെ വൃത്തികേടാക്കി തന്നു. അദ്ദേഹം വിളിച്ചിട്ട് 3-4 ദിവസത്തേക്ക് ഫോൺ എടുത്തില്ല. ഒരു വെള്ളം പോലെ അത്യാവശ്യമുള്ളൊരു കാര്യം മുടങ്ങിക്കിടന്നിട്ട് വിളിച്ചതിന് അദ്ദേഹം ചെയ്തത് ഏറ്റവും മര്യാദകെട്ടൊരു പരിപാടിയായി എന്ന് പറയാതെ വയ്യപ്പോഴേക്കും നമുക്ക് അടുത്ത ദിവസം നമ്മുടെ മെക്കാനിക്ക് വന്ന് സാധനം കഴിച്ചു കൊണ്ടുപോയി മൊത്തത്തിൽ ക്ലീൻ ആക്കി കഴിഞ്ഞ ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നല്ല ഫുൾ ഫോഴ്സിൽ 20 ടാങ്ക് നിറയുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് കാണിക്കാൻ കാരണം, ഇതുപോലെ കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളൊക്കെ മോട്ടർ പൊന്തിച്ച് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനുള്ള സംഭവങ്ങൾ ഈ പറയുന്ന ഇലക്ട്രീഷ്യന്മാരുടെ അടുത്ത് മസ്റ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ. കാര്യം കൂടിയും പറയാതെ വെള്ളമില്ലാതെയായിപ്പോയ ഈ 2 ആഴ്ചക്കാലം ഞങ്ങൾക്ക് താങ്ങായി നിന്ന ഈ 2 വീട്ടിലുള്ള ആളുകളോടും ഒരുപാട് നന്ദി കടപ്പാടും.